आखिरत के लिए उठा के नहीं दुनिया में ही देता है। ആഖിറത്തിലല്ല അതിന്റെ പ്രതിഫലം നൽകുന്നത്, ദുനിയാവിൽ തന്നെ അള്ളാഹു നൽകുന്നതാണ്. भजन सुनाते थे पहली मर्तबा भजन जब सरकार के कदमों में हाजिर हुए। ഇപ്പൊ ശൈഖുനാത്തങ്ങൾ ആദ്യമായി ഇവിടെ ബഗ്ദാദിലേക്ക് വന്നപ്പോൾ ആ ചരിത്രം പറയുമായിരുന്നു. वो कैसा आए सरकार, എങ്ങനെയാണ് ശൈഖുനാത്തങ്ങൾ ഇവിടെ വന്നത്? सद्दाम हुसैन जो उस वक्त था उनके दावत पे आए थे। ഇവിടുത്തെ രാജാവായ സദ്ദാം ഹുസൈന്റെ വിരുന്നിലാണ് വന്നത്. जब यहाँ पर आए कई मशायकीन भी है। ഇവിടെ വന്നപ്പോൾ കൂടെ വേറെ മശായിഖ്മാരൊക്കെ ഉണ്ട്. अब सब लोग का हुजूर की बारगाह में ज़ियारत के लिए जा रहे हैं। എല്ലാവരും ഗൗസുൽ ആദം തങ്ങളുടെ സിയാറത്തിന് വേണ്ടി പോവുകയാണ്. नहीं गए, बाहर ही थे। ഗൗസുൽ ആദം ഇപ്പൊ ശൈഖുനാത്തങ്ങൾ പുറത്തന്നെ നിൽക്കുകയാണ്, अंदर नहीं जा रहे। ഉള്ളു പോകുന്നില്ല. तो साथ जो मशायकीन थे बोलने लगे क्या हुआ, क्यों नहीं चल रहे, चलिए साथ हमारे ज़ियारत के लिए। കൂടെയുള്ള മറ്റു ഷെയ്ഖന്മാരൊക്കെ പറയാണ് എന്തേ വരാത്തവര് നമ്മളെ കൂടെ ഉള്ളോട്ട് പോകാന്ന് പറഞ്ഞു. तो भजन क्या इरशाद फरमाते, मैं उसी वक्त आऊंगा जब गौसुल आजम बुलाएंगे। ഷെയ്ഖുനാ തങ്ങൾ പറയാണ് ഞാൻ എപ്പോഴേ വരുള്ളൂ, ഗൗസുൽ ആദം തങ്ങൾ എന്നെ വിളിച്ചാലേ ഞാൻ ഉള്ളോട്ടേക്ക് വരുള്ളൂ. मैं अंदर उसी वक्त आऊंगा जब गौसुल आजम अंदर बुलाना। ഗൗസുൽ ആദം തങ്ങൾ എന്നെ വിളിച്ചാലേ ഞാൻ ഉള്ളോട്ട് പോകുള്ളൂ എന്നാണ് उस वक्त तक मैं नहीं आऊंगा। ഷെയ്ഖുനാ തങ്ങൾ പറഞ്ഞു. അതുവരെ ഞാൻ വരുകയില്ല എന്നാ ഷെയ്ഖുനാ തങ്ങൾ പറഞ്ഞു. के मशायकीन क्या बोले, अरे ये क्या बात हो गई है। അപ്പൊ മറ്റുള്ള ഷെയ്ഖന്മാരൊക്കെ ഇത് കേട്ടിട്ട് പറയണം ഇതെന്ത് വർത്താനാണ്. भजन बड़े नाज से सुनाते थे। ഈ ചരിത്രം ഷെയ്ഖുനാ തങ്ങൾ വളരെ അഭിമാനം കൊണ്ടുകൊണ്ട് പറയുമായിരുന്നു. लोग कहने लगे अब इनको वो सपाक बुलाना, അപ്പൊ കൂടുള്ളവർ ഷെയ്ഖന്മാരൊക്കെ പറഞ്ഞു ഇനി ഇവരെ ഗൗസുൽ ആദം തങ്ങൾ വിളിക്കണോ, इनको वो सपाक बुलाना, कैसा मुनासिब मुहाल है ये। ഇവരെ ഗൗസുൽ ആദം തങ്ങൾ വിളിക്കുക, ഇതെങ്ങനെ നടക്കാനാണ്, ഇത് നടക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞു. मेरे पीर क्या फखर से बोल रहे हैं, हमारे शेख हमारे पीर क्या बोल रहे हैं, अगर मैं उनकी औलाद हूँ तो उन्हें बुलाएंगे मेरे को। നമ്മുടെ ഷേഖ് ഇത്ര ഫഖറോടുകൂടെയാണ് പറഞ്ഞത്, ഞാൻ അഥവാ ഗൗസുൽ ആദം തങ്ങളുടെ മകനാണെങ്കിൽ എന്നെ തീർച്ചയായും എന്നെ വിളിക്കൂ എന്നാ പറഞ്ഞത്. पीछे से एक आदमी आता है जो जिम्मेदार है। പിന്നിൽ നിന്ന് ഒരു വ്യക്തി വരികയാണ്, ഈ ഖാദിമായ അപ്പുറത്തെ ജിമ്മദാറായ ഒരു വ്യക്തി, ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി. आके क्या कहता है भजन को, വന്നുകൊണ്ട് എന്താണ് ആ വ്യക്തി പറയുന്നത്, चलिए ऊपर से ऑर्डर आया है बादशाह की तरफ से सबको दरवाजा खोल के ज़ियारत कराने का। ഓളുന്നു ഉത്തരം വന്നിട്ടുണ്ട്, നിങ്ങളെല്ലാം ഉള്ളിൽ കൊണ്ടുപോയി വാതിലെ തുറന്നു തന്ന് സിയാറത്ത് ചെയ്യിപ്പിക്കാനുള്ളത് ഉത്തരവാദിത്തം മോളിന്ന് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ऊपर से ऑर्डर आया है। മോളിൽ നിന്ന് ഉത്തരം വന്നതാണെന്ന് പറഞ്ഞു. अब उसके बाद कहाँ से दे सकते हैं ऑर्डर। ഗൗസുൽ ആദം തങ്ങൾ എവിടുന്നും ആണെങ്കിലും ഓർഡർ കൊടുക്കാലോ. सब जाली के बाहर है, हमारे पीर जाली के अंदर है। എല്ലാരും ആ ജാലിന്റെ പുറത്താണ്, പക്ഷെ നമ്മളെ ഷെയ്ഖ് ജാലിന്റെ ഉള്ളിലാണുള്ളത്. भजन क्या इरशाद हुआ, जब जाली खुली मैं अपने दामनी निकाला, पूरा साफ सफाई करा, मैं इतना सुकून महसूस हुआ अल्हम्दुलिल्लाह, आज तक भी वो मजा है बोलते थे। രഘുനാഥങ്ങൾ പറയാണ്, ആ ജാലി തുറന്ന് ഉള്ളോട്ട് പോയപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് എന്റെ ആ മുണ്ടെടുത്തുകൊണ്ട് ആ ചുറ്റും